ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് ഭക്തി മൂവ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത്ര ഇതായിട്ട് പ്രോമിനന്റ് ആയിട്ട് പറഞ്ഞില്ല. ഇതിനകത്ത് ഇപ്പൊ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഭക്തി മൂവ്മെന്റ് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭക്തി മൂവ്മെന്റിന്റെ കേസ് എടുക്കുമ്പോൾ ഏകദേശം 6 to 10 സെഞ്ചുറി, ഓക്കെ, 6 to 10 AD കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പറയുന്ന ഭക്തി മൂവ്മെന്റ് തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി തമിഴ്നാടിന്റെ കേസാണ് വരുന്നത്. പിന്നെ 15ാമത്തെ സെഞ്ചുറി ആകുമ്പോഴത്തേക്ക് ഇത് നോർത്ത് ഇന്ത്യയിലോട്ട് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിലോട്ട് വ്യാപിക്കും. അപ്പൊ ഈ ഭക്തി എന്ന് പറയുന്ന ഭക്തി മാർഗം, ഓക്കെ, ഭക്തി മാർഗത്തിന് രണ്ട് സ്കൂള് അല്ലെങ്കിൽ രണ്ട് ഫിലോസഫിയാണ് വരുന്നതെന്ന് പറയാം. ആ രണ്ട് സ്കൂൾ എന്ന് പറയാം. ഒന്ന് സഗുണ മാർഗം, രണ്ടാമത്തത് നിർഗുണ മാർഗം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സഗുണമാർഗം എന്ന് പറയുമ്പോൾ ദൈവത്തിന് രൂപമുണ്ട് അല്ലെങ്കിൽ ദൈവം ഇന്നതാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന, ഐഡിയൽ വർഷിപ്പിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് സഗുണാസ്. അതേസമയം നിർഗുണാസ് എന്ന് പറയുമ്പോൾ ഐഡിയൽ വർഷിപ്പിൽ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇവർക്കനുസരിച്ചിട്ട് നമുക്ക് ശിവനെ ആരാധിക്കുന്ന ആൾക്കാർ കാണും, വിഷ്ണുവിനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ദേവീനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇതായിരുന്നു അന്നത്തെ കാലത്ത് മെയിനായിട്ട് കണ്ടുവന്നിരുന്നത്. ഇതിൽ ശിവനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അറിയപ്പെട്ടിരുന്ന എന്താണ്? നയനാഴ്സ് എന്നായിരുന്നു. നയനാഴ്സ്. അതേസമയം വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അറിയപ്പെട്ടിരുന്ന എന്തായിരുന്നു? അൽവാഴ്സ് എന്നായിരുന്നു. ഓക്കെ, നയനാഴ്സും അൽവാഴ്സും. അപ്പൊ നമുക്കിനി ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഈ നയനാഴ്സും അൽവാഴ്സിൽ നിന്ന് തുടങ്ങിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പൊ നയനാഴ്സ്, ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞ നയനാഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? ശിവനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഓക്കെ, മറ്റത് അൽവാഴ്സ്. ഓക്കെ, ആദ്യമേ വിഷ്ണുവിനെ ആരാധിച്ചിരുന്ന ആൾക്കാർ തുടങ്ങും, അത് കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ അൽവാഴ്സ്. അൽവാറുകൾ എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ലോർഡ് വിഷ്ണുവിനെ ഡിവോട്ട് ചെയ്ത ആൾക്കാരാണ്. 12 അൽവാഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നു. ഓക്കെ, ഇവരുടെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ ഫേമസ് അൽവാറുകൾ ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ 2 പേര് പഠിക്കുക. ഒന്നാമത്തത് തൊണ്ടാരതി പൊടി. ഒന്നാമത്തത് എന്താണ്? തൊണ്ടാരതി പൊടി. ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അൽവാറാണ്. രണ്ടാമത്താണ് അണ്ടൽ. അണ്ടൽ എന്ന് പറയുമ്പോൾ മീര ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന, മീരാബായി എന്ന് പറഞ്ഞ നമ്മൾ കേട്ടിട്ടില്ലേ, മീര ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഈ പറയുന്ന അണ്ടലാണ്. ഓക്കെ, ഇത് കൂടാതെ ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, നളറിയ ദിവ്യ പ്രബന്ധം, ഇതാണ് ഇവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബുക്ക്, ദിവ്യ പ്രബന്ധം. ഓക്കെ, ഇത് സംസ്കൃതത്തിലാണ് രചിച്ചത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നയനാഴ്സ് നോക്കാം. ഓക്കെ, ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. നയനാഴ്സ് 63 നയനാർമാരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, കാരയ്ക്കൽ, ആ കൂട്ടത്തില് കാരയ്ക്കൽ അർമേരയാർ എന്ന് പറയുന്ന ആളാണ് ഫേമസ്. എനിക്ക് സ്പെല്ലിങ് അത് തന്നെയാണെന്ന് സംശയമുണ്ട്. ദെൻ തീവരം ആയിരുന്നു ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് പോയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ കേന്ദ്രീകരിച്ച് തന്നെ വന്നതാണ് വീരശിവ മൂവ്മെന്റ് അല്ലെങ്കിൽ ലിംഗായത്ത് മൂവ്മെന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീരശിവ എന്ന് പറയുമ്പോൾ ഹീറോസ് ഓഫ് ശിവ എന്നാണ് അറിയപ്പെടുന്നത്. ഹീറോസ് ഓഫ് ശിവ, ശിവന്റെ ആരാധിക്കുന്ന കൂട്ടത്തിൽ അവര് തന്നെ ഹീറോസ് ഓഫ് ശിവ. ഈ ഒരു സംഭവം ആക്ച്വലി 12ാമത്തെ സെഞ്ചുറിയോടുകൂടിയാണ് കർണാടക കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പറയുന്ന വീരശിവ മൂവ്മെന്റ് വരുന്നത്. ബസവണ്ണയാണ് ഈ പറയുന്ന വീരശിവ മൂവ്മെന്റ് എന്ത് ചെയ്തത്, ഫൗണ്ട് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഭക്തി സെയിന്റുകളെ പറ്റിയാണ്.
പ്രോമിനൻ്റ് ആയിട്ടുള്ള ഭക്തി സെയിൻറ്റുകളെ പറ്റിയാണ്. അതിൽ ആദ്യത്തെ വരുന്നതാണ് ആദി ശങ്കരാചാര്യ. ആദി ശങ്കരാചാര്യ. ഓക്കെ, ആദി ശങ്കരാചാര്യ. ആദി ശങ്കരാചാര്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ 8ാമത്തെ സെഞ്ചുറിയിൽ കേരളത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. കേരളമായിരുന്നു ഫസ്റ്റ് പുള്ളീൻ്റെ ഇനിഷ്യൽ ഈ സാധനം പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള സ്ഥലം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ ഇദ്ദേഹമാണ് ചീഫ് പ്രൊപ്പണന്റ് ഓഫ് അദ്വൈത എന്ന് അറിയപ്പെടുന്ന. അദ്വൈത എന്ന് പറയുമ്പോൾ നോൺ ഡുവലിസം ആണ്. നോൺ ഡുവലിസം എന്ന് പറയുമ്പോൾ ആത്മാവും ബ്രഹ്മവും രണ്ടല്ല, ഒന്നാണ് എന്ന കൺസെപ്റ്റ്. ആത്മയും ബ്രഹ്മത്വവും ഒന്നാണ്. യൂണിറ്റി ബിറ്റ്വീൻ ആത്മ ആൻഡ് ബ്രഹ്മാണ് ഈ പറയുന്ന അദ്വൈതയിൽ വന്നിരുന്ന. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഫിലോസഫി എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം ആക്ച്വലി ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ഗൗഡപദ എന്ന് പറയുന്ന ഒരു ഹിന്ദു ഫിലോസോഫറിലാണ് ഈ പറയുന്ന ആദിശങ്കരാചാര്യ എന്തായിട്ടുള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ളത്. ഓക്കെ, ശങ്കരാചാര്യ ഇദ്ദേഹത്തിനെ, ഈ ഗൗഡപദയെ വിളിച്ചത് പരമഗുരു എന്നാണ്. പരംഗുരു എന്നാണ്. ഓക്കെ, ഈ ശങ്കരാചാര്യനാണ് ദക്ഷിണാമി സമ്പ്രദായയുടെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത്. ദക്ഷിണാമി സമ്പ്രദായത്തിന്റെ ഫൗണ്ടർ. ഇദ്ദേഹം 4 മഠങ്ങൾ അല്ലെങ്കിൽ 4 മൊണസ്ട്രീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആര്? ഈ പറയുന്ന ശങ്കരാചാര്യ 4 മഠങ്ങൾ അല്ലെങ്കിൽ 4 മൊണസ്ട്രീസ് അല്ലെങ്കിൽ 4 അപജ്ഞേയ പീഠംസ് എസ്റ്റാബ്ലിഷ് ചെയ്തു ഇന്ത്യയുടെ 4 മൂലയ്ക്ക്. ഓക്കെ, ഒന്ന് ദ്വാരക ഗുജറാത്തില്, അടുത്തത് ജഗന്നാഥപുരി ഒഡീഷയില്, അടുത്തത് നമ്മുടെ ശൃംഗേരി മഠം എന്ന് പറയുമ്പോൾ കർണാടകയില്, അടുത്ത ബദ്രികാശ്രമം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരാഖണ്ഡില്. ഇങ്ങനെ 4 മഠങ്ങൾ ആര് എസ്റ്റാബ്ലിഷ് ചെയ്തു? ശങ്കരാചാര്യർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉപദേശ സഹസ്രി ഇത് ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. എന്ന് വെച്ചാൽ 1000 ടീച്ചിങ് എന്നാണ് അതിന്റെ മീനിങ്. 1000 ടീച്ചിങ്, അതായത് ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും മറ്റിനെയും പഠിപ്പിച്ചുകൊണ്ടിരുന്ന സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് അറിയപ്പെട്ടിരുന്ന സാമ്രാട്ടുകൾ എന്നായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ലൈൻ ഉണ്ട്, അതായത് ഏകമേവ അദ്വൈത ബ്രഹ്മണം. ഏകമേവ അദ്വൈതം ബ്രഹ്മ. ഇത് ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ലൈനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ഇൻ വണ്ണിനല്ലോ, അതായത് എല്ലാം അദ്വൈത ഫിലോസഫി ഇല്ലേ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് എന്തിനെ പറ്റി പഠിക്കാനുള്ള, ശങ്കരാചാര്യനെ പറ്റി പഠിക്കാനുള്ള. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് രാമാനുജൻ. അദ്ദേഹം തമിഴ്നാട് കേന്ദ്രീകരിച്ചായിരുന്നു തുടക്കത്തിലെ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇദ്ദേഹത്തെയാണ് ഇളയ പെരുമാൾ എന്നറിയപ്പെടുന്നത്. ഏകദേശം 1107 തൊട്ട് 1137 കാലഘട്ടം വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലമായിട്ട് വരുന്നത്. ഇദ്ദേഹം മേജർ എക്സ്പോണന്റ് ഓഫ് ശ്രീ വൈഷ്ണവിസം ആയിരുന്നു. ശ്രീ വൈഷ്ണവിസത്തിന്റെ മേജർ ആയിട്ടുള്ള എക്സ്പോണന്റ് ആയിരുന്നു ഇദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ചീഫ് പ്രൊപ്പോണന്റ് ഓഫ് വിശിഷ്ടാദ്വൈത സബ് സ്കൂൾ ഓഫ് ഫിലോസഫി. വിശിഷ്ടാദ്വൈതം എന്ന് പറയുമ്പോൾ സെയിം തന്നെ, ഏകദേശം നോൺ ഡുവലിസം തന്നെയാണ്. അത് കുറച്ചുകൂടി ഇതായിട്ടുള്ള. അതുപോലെ തന്നെ ഓക്കെ, രാമാനുജ അഡ്വക്കേറ്റഡ് പ്രബദ്ധി മാർഗ
പ്രബുദ്ധി മാർഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് സറണ്ടർ ടു ഗോഡ് ആണ്. ഹി അഡ്വക്കേറ്റഡ് പ്രബുദ്ധി മാർഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് സറണ്ടർ ടു ഗോഡ് ആണ്. ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്ക് നോക്കുകയാണെങ്കിൽ വേദാന്ത ശാസ്ത്ര ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള വർക്ക് നോക്കിക്കഴിഞ്ഞാൽ വേദാന്ത ശാസ്ത്രയ്ക്ക് മുകളിൽ ഇദ്ദേഹത്തിന്റെ കമന്ററീസ് ആണ് ശ്രീഭഷ്യ എന്നറിയപ്പെടുന്നത്. വേദാന്ത ശാസ്ത്രത്തിന് മുകളിൽ ഇദ്ദേഹത്തിന്റെ കമന്ററീസ് ശ്രീഭഷ്യ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഭഗവത്ഗീതയുടെ മുകളിൽ ഇദ്ദേഹത്തിന്റെ കമന്ററീസ് അറിയപ്പെടുന്ന ഗീതാഭഷ്യ എന്നാണ്. ഗീതാഭഷ്യ. ഓക്കെ, ഇതാണ് രാമാനുജനെ പറ്റി നമുക്ക് നോക്കാനുള്ള. ഓക്കെ, രാമാനുജന് ശേഷം നമുക്ക് നോക്കേണ്ടതാണ് മാധവാചാര്യ. ഓക്കെ, മാധവാചാര്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ 1238 തൊട്ട് 1317 വരെയാണ് കാലഘട്ടം. ഇദ്ദേഹം ഒരു കന്നഡ സെയിന്റ് ആയിരുന്നു. ഇദ്ദേഹം വിശ്വസിച്ചിരുന്ന ആക്ച്വലി ദ്വൈതയിലായിരുന്നു. ദ്വൈത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവലിസം. നേരത്തെ രണ്ടുപേരും ആക്ച്വലി എന്തായിരുന്നു, ഡുവലിസത്തിൽ വിശ്വസിച്ചില്ല. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നു, വിശ്വസിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ഫിലോസഫി അറിയപ്പെട്ടിരുന്നത് തത്വവേദ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തിന്റെ തത്വവാദ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ഫിലോസഫി അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന് ശേഷം നമുക്ക് നോക്കാനുള്ളതാണ് നിംബർഗ ആക്ച്വലി മഹാരാഷ്ട്രയായിരുന്നു ഇദ്ദേഹത്തിന്റെ വർക്ക് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. വൈഷ്ണവ സെയിന്റ് ആണ് ഇദ്ദേഹം. ഇദ്ദേഹം കണ്ടെത്തിയ അല്ലെങ്കിൽ ഇദ്ദേഹം ഫൗണ്ട് ചെയ്ത കമ്മ്യൂണിറ്റിയാണ് നിംബർഗ സമ്പ്രദായം. ഇദ്ദേഹം കണ്ടുപിടിച്ച എന്താണ് കമ്മ്യൂണിറ്റിയാണ്. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നാംദേവ്. ഇമ്പോർട്ടൻ്റ് ആണ്, കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. 1270 തൊട്ട് 1350 വരെയാണ് കാലഘട്ടം. മഹാരാഷ്ട്ര തന്നെയാണ് ഏരിയ. ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ് ഗുരുഗ്രന്ഥ് സാഹിബിൽ, അതായത് സിഖുകാരുടെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബുക്കാണ് ഗുരുഗ്രന്ഥ് സാഹിബ്. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഓക്കെ, അടുത്താണ് ജ്ഞാനേശ്വർ അല്ലെങ്കിൽ ജ്ഞാനേശ്വർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജ്ഞാനേശ്വർ. 13ാമത്തെ സെഞ്ചുറിയിൽ ഉള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സെയിന്റ് ആണ് ഈ പറയുന്ന ജ്ഞാനേശ്വർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെയും മഹാരാഷ്ട്രയാണ് വരുന്നത്. 13ാമത്തെ സെഞ്ചുറിയാണ്. ഇദ്ദേഹം ആക്ച്വലി വർക്കാരി സെക്ടറുമായിട്ട് റിലേറ്റഡ് ടു വർക്കാരി സെക്ടർ ആണ് വരുന്നത്. ഇദ്ദേഹം എഴുതിയ ഒരു ബുക്കുണ്ട്, ജ്ഞാനേശ്വരി. അത് ആക്ച്വലി ഇദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് മുകളിൽ ഇദ്ദേഹത്തിന്റെ കമന്ററീസ് ആണ് ഈ പറയുന്ന ജ്ഞാനേശ്വരിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ അമൃതാനുഭവ് എന്ന് പറയുന്ന ഒരു മറാഠി ലാംഗ്വേജിൽ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇദ്ദേഹത്തിന് ശേഷം നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് രാമാനന്ദൻ. ആരാണ് രാമാനന്ദൻ? 1300 തൊട്ടിട്ട് 1800 കാലഘട്ടം വരെയാണ്. 1380 കാലഘട്ടം, 1300 തൊട്ട് 1380 കാലം, ഏകദേശം 80 വർഷമാണ് ഇദ്ദേഹത്തിന്റെ വരുന്നത്. ഇദ്ദേഹം ലോർഡ് രാമയുടെ ഡിവോട്ടി ആയിരുന്നു. ലോർഡ് രാമനെ ആരാധിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഇദ്ദേഹമാണ് രാമാനന്ദ സമ്പ്രദായം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ടീച്ചിങ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ഹിന്ദി ലാംഗ്വേജ് യൂസ് ചെയ്ത ഇദ്ദേഹമാണ് പറയപ്പെടുന്നത്. ആദ്യമായിട്ട് ഹിന്ദി ലാംഗ്വേജ് യൂസ് ചെയ്ത ആരാന്ന് പറയുന്നു? ഇദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ അനുയായികളാണ് കബീറും രവിദാസും. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമാനന്ദന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കുകളാണ് ജ്ഞാനലീല,
പിന്നെ യോഗ ചിന്താമണി, യോഗ ചിന്താമണി, സോറി യോഗ ചിന്ത അല്ല, യോഗ ചിന്താമണി, യോഗ ചിന്താമണി. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബുക്കുകളാണ്. ദെൻ നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ അനുയായിയായിരുന്നു കബീർ. കബീർ ഏകദേശം 15ാമത്തെ സെഞ്ചുറിയോട് കൂടി ഉത്തർപ്രദേശ് ആയിരുന്നു ഇദ്ദേഹം വരുന്ന ഏരിയ വരുന്നത്. ഇദ്ദേഹം വൈഷ്ണവിസത്തിൽ വിശ്വസിച്ചു പോന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. വൈഷ്ണവിസത്തിൽ വിശ്വസിച്ചു പോന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? കബീർ. അതും നിർഗുണ മാർഗമായിരുന്നു. നിർഗുണ മാർഗം എന്ന് പറയുമ്പോൾ ഐഡിയൽ വിഷപ്പിൽ വിശ്വസിച്ചിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ്, കബീറിന്റെ ഫോളോവേഴ്സ് അറിയപ്പെടുന്ന പേരാണ് കബീർ പൻസ്. കബീർ പൻസ് എന്ന് അറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സിലൊക്കെ കബീറിനെ പറ്റി പഠിക്കുമ്പോൾ ദോഹകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ദോഹാസ്. ഓക്കെ, കബീറിന്റെ ദോഹകൾ. ദോഹകൾ എന്ന് പറയുമ്പോൾ എന്താ? 2 ലൈൻസ്. ഇത് നമുക്ക് ഹിന്ദിയൊക്കെ പഠിക്കുമ്പോൾ, അതായത് സുഗമ ആ ഹിന്ദിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ സാധനം ദോഹകൾ പഠിച്ചിട്ടുണ്ടാവില്ല, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ 4 ലൈൻസ് രാമണാസ് 4 ലൈൻസ് അറിയപ്പെട്ടിരുന്നു. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഐഡിയകളെല്ലാം ബീജക് എന്ന് പറയുന്ന ബുക്കിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഐഡിയയുടെ കമ്പൈലേഷനാണ് ബീജക് എന്ന് പറയുന്നത്. ബീജക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കബീറിന് ശേഷം നമുക്ക് നോക്കാനുള്ള നരസിംഹ മേത്തയാണ്. കബീറിന് ശേഷം നമുക്ക് നോക്കാനുള്ള എന്താണ്? നരസിംഹ മേത്തയാണ്. നരസിംഹ മെഹത്ത. ഓക്കെ, കബീറിന് ശേഷം നോക്കാനുള്ള നരസിംഹ മെഹത്ത. ഓക്കെ, ആദി കവി എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹമായിരുന്നു. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള വൈഷ്ണവ ജനതോ എന്ന് പറയുന്ന ലൈൻ കേട്ടിട്ടുണ്ടോ? വൈഷ്ണവ ജനതോ, അതായത് ഗാന്ധിജിക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമാണ് ഈ വൈഷ്ണവ ജനതോ എന്ന് പറയുന്ന ഭജൻ. ഇത് ഇദ്ദേഹം എഴുതിയതാണ്. ഈ വൈഷ്ണവ ജനതോ എന്ന് പറയുന്ന ഭജൻ ആരെഴുതിയാണ്? ഇദ്ദേഹത്തിന്റെയാണ്. അതുകൊണ്ട് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, നരസിംഹ മേത്ത, നരസിംഹ മേത്ത. പിന്നെയാണ് ശങ്കരദേവ. ഈ ശങ്കരദേവ നമ്മൾ ഇതിനു മുമ്പ് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു. ശങ്കരദേവ ഏത് ക്ലാസിക്കൽ ഡാൻസ് ആണ് പഠിച്ചതെന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. 1449 തൊട്ട് ഏകദേശം 499 തൊട്ട് 1568 വരെയാണ് ഇദ്ദേഹത്തിന്റെ വരുന്ന ആസാമാണ്. ഓക്കെ, ഇദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്ന ഫിലോസഫിയാണ്, ഈ ഒരു പേര് നമ്മൾ പഠിച്ചായിരുന്നു, ഏകശരണ ധർമ്മ. ഏകശരണധർമ്മ എന്ന് പറയുന്ന ഫിലോസഫി ഇദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്യാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗോഡ്, ഏകശരണം, ഒരാളെ ശരണം ചെയ്യുക, 1 ഗോഡിനെ ശരണം ചെയ്യുക. ദെൻ ഇദ്ദേഹം ഉണ്ടാക്കിയിരുന്ന, അല്ലെങ്കിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന മൊണാസ്ട്രീസ് ആയിരുന്ന സത്രങ്ങൾ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പോപ്പുലർ വർക്കുകളാണ് കീർത്തനഘോഷം, കീർത്തൻ ഘോഷ്. ബ്രജവാലി ലാംഗ്വേജിലായിരുന്നു എഴുതിയിരുന്നത്. അതുപോലെ തന്നെ ഭാഗവതി ധർമ്മ ഇദ്ദേഹത്തിന്റെ ടീച്ചിങ് രീതിയായിരുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭക്തി മാർഗത്തിലുള്ള ഒരു വ്യക്തിയാണ് ഗുരുനാനാക്ക്. നമ്മൾ കേട്ടിട്ടുണ്ടാകും. 1469 തൊട്ട് 1539 വരെയാണ് പുള്ളിയുടെ കാലഘട്ടം. പഞ്ചാബ് കേന്ദ്രീകരിച്ച് സിക്കിസം സ്റ്റാർട്ട് ചെയ്തത് ഇദ്ദേഹമാണ്. ഓക്കെ, ഇദ്ദേഹമാണ്. ഓക്കെ, ഇതിന്റെ ഈ സിക്കിസത്തിന്റെ 3 പില്ലേഴ്സ് എന്ന് പറയുന്ന നാമജപനം, അതുപോലെ തന്നെ കിരാത് കർണി, വണ്ട് ചക്ര എന്നൊക്കെ പറഞ്ഞിരുന്ന ഇതായിരുന്നു. ഓക്കെ, ഇത് അതുപോലെ തന്നെ ഈ ഗുരുനാനക്ക് കബീറിനെ ഇൻസ്പയർ ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള വ്യക്തിയാണ് സൂർദാസ്. സൂർദാസ്. ഓക്കെ, സൂർദാസ് നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചായിരുന്നു സൂർദാസിന്റെ മെയിൻ ഇത്. ഇദ്ദേഹം ലോർഡ് കൃഷ്ണയുടെ ഡിവോട്ടിയായിരുന്നു. സഗുണ മാർഗം, അപ്പൊ ദൈവത്തിനെ ആരാധിച്ചിരുന്നു. അപ്പൊ തന്നെ സഗുണ മാർഗം എന്ന് നമുക്കറിയാം. സുർസാരാവലി എല്ലാം ഇദ്ദേഹത്തിന്റെ വർക്കാണ്. സുർസാരാവലി എല്ലാം ഇദ്ദേഹത്തിന്റെ വർക്കാണ്. അടുത്തായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് വല്ലഭാചാര്യ. ഓക്കെ, ഈ വല്ലഭാചാര്യനെ പറ്റി പറയുകയാണെങ്കിൽ
അദ്ദേഹം ഒരു തെലുഗു സെയിന്റ് ആയിരുന്നു. ഞാനിത് ടൈപ്പ് ചെയ്യുന്നില്ല. വല്ലഭാചാര്യയുടെ തെലുഗു സെയിന്റ് ആയിരുന്നു. അതുപോലെ തന്നെ കൃഷ്ണ സെന്റേഡ് ഭക്തിമാർഗ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ വരുന്നത്. ഇദ്ദേഹത്തിന്റെ ഫിലോസഫി ഷദ്വൈത വേദ, ഷദ്വൈതാസ് എന്നായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ നോൺ ഡ്യുവലിസം, ഷദ് അദ്വൈത. ഇദ്ദേഹത്തിന്റെ ആദി ശങ്കരാചാര്യയുടെ ഫിലോസഫി ഏതായിരുന്നു? ഷദ് അദ്വൈത, പ്യുവർ ഡ്യുവലിസം. അടുത്താണ് ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു 1486 തൊട്ട് 1544 അറൗണ്ടാണ് വരുന്നത്. വെസ്റ്റ് ബംഗാളാണ് ഇദ്ദേഹത്തിന്റെ ഏരിയ വരുന്നത്. ഇദ്ദേഹം ചീഫ് പ്രൊപ്പണന്റ് ഓഫ് അജിന്യഭേദ. ഓക്കെ, ഇദ്ദേഹം ചീഫ് പ്രൊപ്പണന്റ് ഓഫ് അജിന്യഭേദ ആഭേദ. അജിന്യഭേദ ആഭേദ. ഓക്കെ, അജിന്യഭേദ ആഭേദ. ഇത് ആക്ച്വലി ഒരു എന്താ പറയുന്ന ഒരു ഫിലോസഫിയാണ്. ഓക്കെ, അജിന്യ ഭേദ ആഭേദ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂൾ ഓഫ് വൈഷ്ണവ ഫിലോസഫി ആണ് ഇത് വരുന്നത്. ഓക്കെ, ആൻഡ് ഗൗഡീയ വൈഷ്ണവിസ ആണ് ഈ പറയുന്ന വരുന്ന ചൈതന്യ പ്രഭുവിന്റെ വരുന്നത്. ഇദ്ദേഹം എഴുതിയ അല്ലെങ്കിൽ നമ്മൾ ഈ ഇസ്കോൺ ടെമ്പിൾസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഈ ഇടയ്ക്കായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇസ്കോൺ ടെമ്പിൾ. അത് ഈ ടെമ്പിള് പണിയുന്നതിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഐഡിയോളജി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഐഡിയോളജി ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്കാണ് ശിഖശാസ്താംഗം. ശിഖശാസ്താംഗം, ശ്രീ ശിഖശാസ്താംഗം. ഈ മറ്റേ ഇസ്കോൺ ടെമ്പിൾസിലൊക്കെ ഇതാണ് ഈ പറയുന്ന ശിഖശാസ്താംഗമാണ് മെയിൻ ആയിട്ടെന്നൊക്കെ പറയപ്പെടുന്നു. ശിഖശാസ്താംഗം. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് ഏകനാഥൻ. 1533 തൊട്ട് 1599 വരെ ആണ് കാലഘട്ടം. മഹാരാഷ്ട്രയാണ്. ഇദ്ദേഹം വർക്കാരി സെക്ടർ ആയിരുന്നു. വർക്കാരി സെക്ടർ നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ച വർക്കാരി സെക്ടർ. എവിടെയോ നമ്മൾ വർക്കാരി സെക്ടർ പഠിച്ചു. ആ വർക്കാരി സെക്ടർ തന്നെയാണ് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഏകനാഥ ഭാഗവത. ഇത് ആക്ച്വലി ഭഗവത്ഗീതയുടെ മുകളിലുള്ള കമന്ററി ആണ്. ഇദ്ദേഹത്തിന്റെ കമന്ററി ആണ്. ഇദ്ദേഹത്തിന് ശേഷം പഠിക്കാനുള്ള ഒരു വ്യക്തിയാണ് തുക്കാറാം. 17ാമത്തെ സെഞ്ചുറിയാണ് ഇദ്ദേഹം വരുന്നത്. തുക്കാറാം 17ാമത്തെ സെഞ്ചുറി മഹാരാഷ്ട്ര തന്നെയാണ്. ഇദ്ദേഹം വിത്തല, ഒരു കൈൻഡ് ഓഫ് എന്താ പറയുന്ന വൈഷ്ണവ, ഒരു വിഷ്ണുവിന്റെ ഒരു ടൈപ്പ് ഓഫ് ഇതാണ് വരുന്നത് വിത്തല എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഡിവോട്ടി ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ദഡ്ഡു ദയാൽ. 1544 തൊട്ട് 1603 ആണ് ഏകദേശം കാലഘട്ടം വരുന്നത്. ഗുജറാത്താണ്. ഓക്കെ, ഇദ്ദേഹം അക്ബറിന്റെ കണ്ടംപററി ആയിരുന്നു. ഒരേ കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് അറിയപ്പെടുന്ന ദഡ്ഡുബന്ദീസ് എന്നായിരുന്നു. അത് മാത്രം അവിടെ ഓർത്ത് വെച്ചാൽ മതി. അടുത്താണ് സാമ്രാട്ട് രാംദാസ്. നമ്മള് ശിവജീനെ പഠിച്ചപ്പോ കേട്ടിട്ടുണ്ടാവും സാമ്രാട്ട് രാംദാസ്. ശിവജി ആരാധിച്ചുകൊണ്ടിരുന്ന, ശിവജി ഗുരുവായിട്ട് കൺസിഡർ ചെയ്തിരുന്ന ഈ പറയുന്ന രാംദാസിനെ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. 1608 തൊട്ട് 1681 വരെയാണ് ഏകദേശം കാലഘട്ടം. ഇദ്ദേഹം ലോർഡ് രാമന്റെയും ഹനുമാന്റെയും ഒക്കെ ഡിവോട്ടി ആയിരുന്നു. ഓക്കെ, ഡിവോട്ടി ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് ദശബോധ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് എന്തെന്ന് പറയുന്നത് ദശബോധ. ഈ ദശബോധ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താ പറയാ ഒരു അദ്വൈത വേദാന്ത ടെക്സ്റ്റ് ആണ്. ദശബോധ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെയുണ്ട് ഗുരു ഘാസിദാസ്. അതുകൂടിയാണ് നമുക്ക് ഏകദേശം ഓർക്കാനുള്ളത്. ഗുരുദാസിദാസ് ചണ്ഡീഗഡ് ആണ് വരുന്നത്. സത്നാമി കമ്മ്യൂണിറ്റി രൂപീകരിച്ച ഇദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു.
ഇദ്ദേഹം നിർഗുണ സ്കൂള്, നിർഗുണ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഐഡിയൽ വർഷിപ്പിൽ വിശ്വസമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഗുരു ഘാസിദാസ്. ഓക്കെ, അതാണ്, ഇത്രയും കാര്യമാണ് നമുക്ക് ആക്ച്വലി ഓർത്ത് വെക്കേണ്ടത്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ ഓക്കെ, അതാണ് വരുന്നത്. സത്നാമ് പന്ത് ചണ്ഡീഗഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇദ്ദേഹമാണ്. ഓക്കെ.